ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താ ചെയ്യാൻ പോണേ? നമുക്ക് ഒന്നൊരു ഓർഗനൈസർ പ്ലസ് ഒരു ഷോ പീസ് സെറ്റ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് സംഭവം മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതേപോലെ ഈ വീഡിയോയിൽ കണ്ട പോലെ ഒരു ഐസ്ക്രീം പെട്ടി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വേഗം പോയി എടുത്തോണ്ട് വന്നു. ഇതേപോലെ കാർഡ്ബോർഡൊക്കെ വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ ഈ ഒരു ഓർഗനൈസർ പ്ലസ് ഷോ കേസിന് വരുന്നൊരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 0 ബഡ്ജറ്റാണ്. കാരണം വീട്ടിലുള്ള ആക്രി സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അതൊക്കെ വെച്ചിട്ട് അടിപൊളി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഷോ പീസായിട്ട് യൂസ് ചെയ്യാം, ഓർഗനൈസറായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു ബെറ്റർ വേർഷനായിട്ട് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിങ്ങനെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഈ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ. അത് കാണാൻ ഭംഗിയുണ്ട്, അത്യാവശ്യം നല്ല ഷോ പീസ് പോലെ ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഒന്നും ഇട്ടാക്കാൻ പറ്റത്തില്ല. അതാണ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെയൊക്കെ വില 2000, 4000, 5000 രൂപയാണ്. ഏതായാലും എനിക്കിപ്പോൾ അത്ര ബഡ്ജറ്റില്ല അത് മേടിക്കാനായിട്ടുള്ളത്. കയ്യിൽ പൈസ ഉണ്ടായിട്ട് വേണം മേടിക്കാൻ. അപ്പോൾ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാം. പിന്നെ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. ഒരാഴ്ചയെങ്കിലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഞാൻ പതിയായിട്ട് ചെയ്തിട്ടുള്ളത്, മൊത്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മൊത്തമായിട്ട് ചെയ്താൽ പിന്നെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. പിന്നെ ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഒരുപാട് മണിക്കൂർ ഈ വീഡിയോ എടുക്കാനായിട്ടൊക്കെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി സ്പീഡിലായിരിക്കും വീഡിയോയിൽ കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ കുറച്ച് സ്പീഡിലായി സംസാരിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫിൽറ്ററിൻ്റെ കാര്യത്തിൽ ഒരു ജഗവകയാണ്, എന്താണെന്ന് പറ്റി എനിക്കെന്നെ അറിയില്ല. എൻ്റെ എഡിറ്റിങ്ങിന് കുഴപ്പമാണ്. അത് എനിക്ക് എന്തായാലും അതൊന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ ബാക്ക് ടു ദി ഓർഗനൈസർ. പെയിൻ്റൊക്കെ അടിച്ചു, പിങ്കൊക്കെ അടിക്കാൻ പോകുന്നു. കുറച്ച് ഡാർക്ക് പിങ്കാട്ടോ. നിങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണുന്ന കുറച്ച് ഡാർക്കറാണ്, പക്ഷെ ലേശം ലൈറ്റാട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ഡാർക്കൊന്നുമല്ല. പിന്നെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്തു. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു മിസ്റ്റേക്സ് ഉണ്ടാവും. എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ നന്ദി, നമസ്കാരം, ബായ്.